ഉണങ്ങിയത് മാത്രമേ പറിക്കുന്നുള്ളൂ. ഉണങ്ങിയത് പറിച്ച് അതിൻ്റെ അരി എടുക്കണം. അരി എടുത്ത് ആദ്യമായിട്ടല്ലേ നമ്മൾ വൻപയർ ഇങ്ങനെ ചെയ്യുന്നത്? കാണിച്ച് ഇതാണ് വൻപയർ. ഇതിലോട്ടിടെ ഇവിടെ ഇവിടെ മുറ്റത്ത് ഇതേന്നാ വള്ളിന്നാണ് പയർവെളി നമുക്ക് അത്രയും പയർ കിട്ടിയതുണ്ട്. ഇതതിൻ്റെ പച്ച ഭാഗം. അത് വിളയുമ്പോഴത്തേക്ക് ഉണങ്ങും. അപ്പം നമ്മളതിൻ്റെ പറിച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഉണക്കിയിട്ട് പൊളിച്ചെടുക്കും. ഇത് നമ്മുടെ പയറിൽ നിന്ന് കിട്ടിയതല്ലേ? ഉണ്ടോ? ഇത്രയും വൻപയർ കിട്ടിയണ്ട. ഇതെല്ലാം പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്ത് നോക്കാം എന്തുമാത്രം ഉണ്ടല്ലേ. പൊളിക്ക. മറ്റേ ഇതിൻ്റെ ഇതിന് വെയിറ്റ് ഉണ്ട്. ആണോ? നല്ല കയ്യിലെടുത്ത് നോക്കി. നല്ല കയ്യിലെടുത്ത് നോക്കി. ഇനി ഇത് ഉണങ്ങണോ? ഒന്നുകൂടെ ആദ്യമായിട്ടാ നമ്മള് ഉപേക്ഷിച്ച് ഉണ്ടായത്. ശരിയാ, ഇവിടെ ഇട്ട് കളഞ്ഞ അന്ന് പരീക്ഷിക്കാം ഇതെങ്ങനെ ഉണ്ടാവും ഓർക്കാന്ന് ഓർത്തിട്ടായിരുന്നു. ആദ്യം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ പയറാ കൊള്ളത്തില്ലെന്ന്. പിന്നീട് അറിയുന്നത് ഇത് വൻപയറിൻ്റെ ആണെന്ന്. നമുക്ക് ഇത്രയും പയർ കിട്ടി. പിന്നെ കുട്ടനാട്ടിലെ വൻപയർ കൃഷിയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ പരീക്ഷിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു കമ്പയിലെ ഒരു അല്ലേ, ഒരു വള്ളിയിലയാ. അപ്പൊ ഇതൊരു 10 ചോളം ഉണ്ടായിരുന്നെങ്കിലോ അല്ലേ? അത്യാവശ്യം ഉണ്ടായിരുന്നു. തന്നെ ഇടുന്ന പൊട്ടിപ്പോ. ശരിയുള്ളെന്ന് തോന്നുന്നല്ലേ എല്ലാം പൊളിച്ചിട്ട് വരുമ്പോ. ഇതെനിക്ക് ഇങ്ങനെ ഉണക്കിയിട്ടേ ഇവരിങ്ങനെ വല്ലതായിട്ട് അടിച്ചായിരിക്കും അതിൻ്റെ തോട് കളയും. അതെ അതെ. ഒത്തിരി ദിവസമായില്ലേ നല്ല ഉണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവൻ്റെയും പയറിൻ്റെ അരിയാണ്ട്